പുതിയ പ്രധാനമന്ത്രിയെ ഉടൻ നിയമിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പ്രസിഡന്റ് പദവി ഒഴിയണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അദ്ദേഹം തള്ളി. തെരഞ്ഞെടുക്കപ്പെട്ട കാലാവധിയായ 2027 വരെ പദവിയിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്ന് പ്രധാനമന്ത്രി മിഷേൽ ബേണിയർ രാജി സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയമനം ഉടൻ നടത്തുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. 2025 ബജറ്റ് പാസാക്കാനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് വോട്ടെടുപ്പില്ലാതെ പാസാക്കാനുള്ള ബേണിയറുടെ തീരുമാനം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചിരുന്നു. തുടർന്നാണ് അവിശ്വാസ പ്രമേയം പാസായത്. തീവ്ര ഇടതു വലതുപക്ഷവും ചേർന്ന് റിപ്പബ്ലിക് വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയെന്ന് മാക്രോൺ ആരോപിച്ചു. എന്നാൽ ഭരണഘടന അനുവദിക്കുന്ന നീക്കം മാത്രമാണ് പാർലമെന്റിൽ നടന്നതെന്ന് നാഷണൽ റാലി നേതാവ് മറീൻ ലീ പെൻ സമൂഹ മാധ്യമത്തിലൂടെ മറുപടി നൽകി. പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും മാക്രോൺ തള്ളി. 2027 വരെ അധികാരത്തിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാഷണൽ റാലിയും ന്യൂ പോപ്പുലർ ഫ്രണ്ടും ചേർന്നാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 331 വോട്ടുകൾക്ക് പ്രമേയം പാസായി. പ്രധാനമന്ത്രി പദവിയിലേക്ക് നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സൂചനയും മാക്രോൺ ഇതുവരെയും നൽകിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് ജനം.